ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈവേർജൻസ് ആൻഡ് കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ്. വി എന്ന് പറയുന്ന ഒരു വെക്ടർ ഫീൽഡ് എടുത്തു. ലെറ്റ് വി എക്സ് വൈ ഇസഡ് ബി എ വെക്ടർ ഫീൽഡ് ആൻഡ് ഡെൽ എന്ന് പറയുന്ന വെക്ടർ ഓപ്പറേറ്റർ എടുത്തു. അപ്പോൾ വി ഒരു വെക്ടറാണ്, ഡെല്ലും ഒരു വെക്ടറാണ്. അപ്പോൾ ഡെല്ല് വെക്ടർ വിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യണം. അങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡൈവേർജൻസ് എന്നും ക്രോസ് പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് കേൾ എന്നും. ഡൈവേർജൻസിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് DIV ഡൈവ് വി എന്നും കേളിനെ കേൾ വി എന്നുമാണ് എഴുതാറ്. അപ്പം എന്താണ് ഡൈവ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈക്വൽ ടു ഡെൽ ഡോട്ട് വി ആൻഡ് കേൾ ഓഫ് വി ഈക്വൽ ടു ഡെൽ ക്രോസ് വി. നിങ്ങൾ ഓൾറെഡി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാനും ക്രോസ് പ്രോഡക്റ്റ് എടുക്കാനും പഠിച്ചിട്ടുള്ളതാണ്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പം നമുക്കൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു വെക്ടറുമാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലെറ്റ് വി എന്ന് പറയുന്ന വെക്ടറിനെ ജനറലായിട്ട് വി ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ പ്ലസ് വി ഇസഡ് കെ എന്നെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ V1I V2J പ്ലസ് V3K എന്ന് എഴുതാം. ഇവിടെ VXI എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എന്ന് പറയുന്ന വെക്ടറിൻ്റെ എക്സ് കമ്പോണൻ്റാണ് VX, അത്രയേ ഉള്ളൂ. അത് സൂചിപ്പിക്കാനാണ് VX എന്ന് എഴുതിയേക്കുന്നത്, അല്ല വേറൊന്നുമില്ല. നിങ്ങൾ ഡിഫറൻസിയേഷൻ ചെയ്തതായിട്ടൊന്നും വിചാരിച്ചേക്കരുത്. VX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വി എന്ന് പറയുന്ന വെക്ടറിൻ്റെ എക്സ് കമ്പോണൻ്റാണ് VX. സോ VXI പ്ലസ് VYJ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈത്ത് അതായത് ജേത്ത് കമ്പോണൻ്റാണ് VY. VZK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേത്ത് കമ്പോണൻ്റാണ് VZ. അങ്ങനെ ഒരു വെക്ടർ തന്നാൽ അതിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് വി ആണ് അല്ലേ. ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ഡോട്ട് എന്ത് വരും, വി എന്ന് പറയുന്ന വെക്ടർ VXI VYJ VZK. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം, ജെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം, കെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഇവിടെ ഐയും നോക്കുമ്പം ഡോ ബൈ ഡോ എക്സും മറ്റിടത്ത് കിടക്കുന്ന VXുമാണ്. അപ്പോൾ ഇൻറ്റു ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ സിമ്പിളാണ് ആണല്ലോ. സോ VX ആദ്യം എഴുതാൻ പറ്റുമോ, അതുമില്ല. അപ്പോൾ എങ്ങനെ എഴുതണം, ഡോ ബൈ ഡോ എക്സ് ഓഫ് VX, അതായത് വിയുടെ എക്സ് കമ്പോണൻറ്റിൻ്റെ എക്സ് വെച്ച് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് VX പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് VY പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് VZ. ഇതാണ് ഡൈവേർജൻസിൻ്റെ ഡെഫിനേഷൻ. അതായത് തന്നിരിക്കുന്ന വെക്ടറിൻ്റെ ith കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് jth കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ പ്ലസ് kth കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ഇനി എന്താണ് കേൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് വി ആണ്. ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാം, ഡിറ്റർമിനൻ്റ് ഓഫ് IJK. ഇവിടെ വരുന്നത് ഡെല്ലാണ് ആദ്യത്തെ ഓപ്പറേറ്റർ. അപ്പം ഡെല്ലിൻ്റെ I കമ്പോണൻറ്റ്, J കമ്പോണൻറ്റ്, K കമ്പോണൻറ്റ്, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. വിയുടെ I, J, K, VX, VY, VZ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ഡിറ്റർമിനൻ്റ് ഒക്കെ എടുക്കാൻ. I ഇൻറ്റു അല്ലേ ഡോ ബൈ ഡോ വൈ ഓഫ് VZ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് VY. സാധാരണ മൈനസ് J ഇൻറ്റു എന്നാണ് എഴുതുന്നത്. മൈനസ് J ആണെങ്കിൽ തിരിച്ചു വരുമെന്നേ ഉള്ളൂ. ഡോ ബൈ ഡോ എക്സ് ഓഫ് VZ മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് VX എന്ന് വരും. ഇവിടെ പ്ലസ് J ഇട്ടത് കാരണമാണ് നേരെ തിരിച്ചെഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾ സാധാരണ ഡിറ്റർമിനൻ്റ് എടുക്കുക എങ്ങനെ പഠിച്ചിട്ടുള്ളൂ അതുപോലെ അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പ്ലസ് K ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് VY മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് VXK. ഇതാണ് കേൾ വി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡൈവേർജൻസ് ഓഫ് വി എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ഫംഗ്ഷനും അതുപോലെ തന്നെ കേൾ വി എന്ന് പറയുന്നത് എന്തുമാകും, ഒരു വെക്ടർ ഫംഗ്ഷനുമായിരിക്കും. ഡൈവേർജൻസ് ഓഫ് വി ഒരു സ്കെയിലാർ ഫംഗ്ഷനായിരിക്കും, കേൾ വി എന്ന് പറയുന്ന ഒരു വെക്ടർ ഫംഗ്ഷനായിരിക്കും. സപ്പോസ് ഡൈവേർജൻസ് ഓഫ് വിയുടെ ആൻസർ 0 കിട്ടിയെന്ന് വിചാരിക്കുക. ഡൈവേർജൻസ് ഓഫ് വി എന്ന് പറയുന്നത് 0 കിട്ടിയാൽ ദെൻ ദ ഫീൽഡ് ഈസ് കോൾഡ് സോളിനോയിഡൽ എന്ന് ആ ഫീൽഡിനെ വിളിക്കുന്നു. ഡൈവേർജൻസ് ഓഫ് വി 0 ആകുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സോളിനോയിഡൽ. ആൻഡ് ഇഫ് കേൾ വി ഈക്വൽ ടു 0 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇറൊട്ടേഷണൽ.
ഇറൊട്ടേഷണൽ എന്നാണ് കേൾ വി 0 ആകുമ്പോൾ അതിനെ വിളിക്കുന്ന പേര്. അപ്പോൾ ഇത്രയും ഒരു കാര്യം പറഞ്ഞതിനകത്ത് നിന്ന് നമുക്ക് പ്രോബ്ലം വരുന്നത് വി തന്നിട്ട് ഡൈവേർജൻസ് വി കണ്ടുപിടിക്കാൻ പറയാം, കേൾ വി കണ്ടുപിടിക്കാൻ പറയാം, അറ്റ് എനി പോയിൻ്റ് ഏതെങ്കിലും പോയിന്റിലെ കണ്ടുപിടിക്കാനും നമ്മളോട് ചോദിക്കാം. അതുപോലെ തന്നെ സോളിനോയിഡിലാകണമെങ്കിൽ എന്ത് കണ്ടീഷൻ ആയിരിക്കണം? ഡൈവേർജൻസ് ഓഫ് വി 0 ആകണം, ഇറൊട്ടേഷണൽ ആകണമെങ്കിൽ കേൾ വി 0 ആകണം. ഇത്രയും പഠിച്ചതിനകത്ത് നിന്ന് നമുക്ക് വരാൻ പറ്റുന്ന പ്രോബ്ലംസ്. ഇനി അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. എന്ത് പ്രോപ്പർട്ടീസ് ആണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് യു വി. യു എന്ന് പറയുന്നത് കണ്ടോ, യു എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റി ആയത് കാരണമാണ് യു എന്ന് പറയുന്നിടത്ത് വെക്ടറിൻ്റെ ചിഹ്നമില്ലാത്തത്. ഡെൽ ഡോട്ട് യു വി, യു വിയുടെ ഡെൽ ഡോട്ട് എന്താകും? നമുക്കറിയാം ഡെൽ ഡോട്ട് യു വി എന്ന് പറയുമ്പോൾ യു എന്തായിട്ട് എടുക്കാം? സ്കെയിലാറാണ്. സ്കെയിലാർ എന്ന് പറയുന്നത് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിനകത്ത് നിന്ന് ഔട്ട്സൈഡ് എടുക്കാമെന്നുള്ളത് അറിയാം. സോ ഡെൽ ഡോട്ട് യു വി എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഡെൽ എന്ന് പറയുന്നത് ആർക്കൊക്കെ ഉള്ളതാണ്? സ്കെയിലാറിനും അപ്ലൈ ചെയ്യാം, വെക്ടറിനും അപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ഡെൽ ഡോട്ട് യു വി, സാധാരണ ഡിഫറൻസിയേഷനകത്തെ പ്രോഡക്റ്റ് റൂൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? പ്രോഡക്റ്റ് റൂൾ എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അങ്ങനെയാണല്ലോ. ഓരോന്നിനും സെപ്പറേറ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ ആ ഡെൽ എടുത്ത് യുവിന് അപ്ലൈ ചെയ്തു, വി അവിടെ വെറുതെ നിർത്തി. ഡെല്ല് യുവിന് അപ്ലൈ ചെയ്യുമ്പോൾ ഡോട്ടോ ക്രോസോ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാരണം യു എന്ന് പറയുന്ന സ്കെയിലാറാണ്. അപ്പോൾ ഡെല്ല് യുവിന് കൊടുക്കുമ്പം ഡെൽ യു എന്ന് എഴുതാം. പക്ഷേ ഡെൽ യു എന്തായി മാറി? ഒരു വെക്ടറാണ്. അപ്പോൾ വിയുമായിട്ട് നേരെ വെറുതെ എഴുതാൻ പറ്റുമോ? ഇല്ല. സോ ഡെൽ യു ഡോട്ട് വി എന്നാണ് ആദ്യം വരുന്നത്. ഒന്നുകൂടെ പറയാം. ആദ്യം ഞാൻ ഡെൽ എടുത്ത് യുവിന് അപ്ലൈ ചെയ്തു. യുവിന് അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽ ഡോട്ട് യു എന്ന് എഴുതേണ്ട കാര്യമില്ല, കാരണം യു എന്ന് പറയുന്നത് സ്കെയിലാറാണ്. സോ ഡെൽ യു. പക്ഷേ ഡെൽ യു എന്തായി മാറി? ഒരു വെക്ടർ ആയത് കാരണം അടുത്ത വി എന്ന് പറയുന്ന വെക്ടറാണ്. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റില്ല? വെറുതെ വി ഡെൽ യു വി എന്ന് എഴുതാൻ പറ്റില്ല. സോ ഡെൽ യു ഡോട്ട് വി പ്ലസ് അടുത്തത് ഞാൻ ഏതിന് കൊടുക്കാൻ പോവാണ്? വിക്ക് കൊടുക്കാൻ പോവാണ്. വിക്ക് കൊടുക്കുമ്പോൾ യു എന്ന് പറയുന്ന സ്കെയിലാർ യു ഇൻറ്റു എഴുതുന്നതിന് കുഴപ്പമില്ല, യു ഇൻറ്റു ഡെൽ ഡോട്ട് വി എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. വിക്ക് ഡെൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡോട്ട് കൊടുക്കണം. ഡെൽ ഡോട്ട് വി അതിൻ്റെ സിമ്പിളായിട്ട് എഴുതിയേക്കുന്നതാണ്. ഡെൽ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡൈവേർജൻസ് ഓഫ് യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേർജൻസ് ഓഫ് യു വി ഈക്വൽ ടു ഡെൽ യു എന്താണ്? ഗ്രാഡ് യു ഡോട്ട് വി പ്ലസ് യു ഇൻറ്റു ഡൈവേർജൻസ് ഓഫ് വി. നമുക്കെപ്പോഴും ഈ സിമ്പിൾ ഉപയോഗിച്ച് എഴുതുന്നതാണ് ഏറ്റവും എളുപ്പം. ഗ്രാഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതിലും അത് ആ സിമ്പിൾ ഉപയോഗിച്ച് എഴുതുന്ന പഠിച്ചിട്ട് അതിനെ ഗ്രാഡെന്നും ഡൈവേർജൻസ് എന്നും ഉള്ളതിലേക്ക് മാറ്റി എഴുതാൻ പഠിച്ചാൽ മതി, അതാണ് എളുപ്പം. ഇങ്ങനെയാണെങ്കിൽ അടുത്ത റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഡെൽ ക്രോസ് യു വി. അപ്പോൾ ആദ്യം ഞാൻ യുവിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഡെൽ യു ക്രോസ് വി പ്ലസ് എന്ത് വരും? യു ഇൻറ്റു ഡെൽ ക്രോസ് വി. അതിനെ കേൾ യു വി ഈക്വൽ ടു ഗ്രാഡ് യു ക്രോസ് വി പ്ലസ് യു ഇൻറ്റു കേൾ വി. അടുത്തത് ഡെൽ ഡോട്ട് യു ക്രോസ് വി എന്നാണ്. ഡെൽ ഡോട്ട് യു ക്രോസ് വി നമുക്കറിയാം എ ക്രോസ് ബിയും എന്ന് പറയുന്നത് ദാറ്റ് ഈക്വൽ ടു ബി ക്രോസ് എയും ആയിട്ടാണ് ഈക്വൽ. അപ്പോൾ ഇവിടെ നേരെ തിരിയും. ഡെൽ ഡോട്ട് യു ക്രോസ് വി എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണം? ആദ്യം വി ഡോട്ട് ഡെൽ ക്രോസ് യു മൈനസ് യു ഡോട്ട് ഡെൽ ക്രോസ് വി. ഡെൽ ഡോട്ട് യു ക്രോസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ഡോട്ട് ഡെൽ ക്രോസ് യു മൈനസ് യു ഡോട്ട് ഡെൽ ക്രോസ് വി. നേരെ അപ്ലൈ ചെയ്ത് വന്നാൽ കിട്ടാനുള്ളേ ഉള്ളൂ. കാരണം ഡെൽ ഡോട്ട് യു ക്രോസ് വി എന്ന് പറയുന്നത് എന്താണ്? U1 U2 U3 U1i പ്ലസ് U2j പ്ലസ് U3kയും വി എന്ന് പറയുന്നത് V1i പ്ലസ് V2j പ്ലസ് V3k. ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഡെൽ ഡോട്ട് എടുത്താൽ ഇതാണ് ആൻസർ കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ തന്നെ യുവും വിയും എടുത്തിട്ട് തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രൂഫ് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല, അത് കാരണം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രം. ഡെൽ ഡോട്ട് യു ക്രോസ് വി ഈക്വൽ ടു വി ഡോട്ട് ഡെൽ ക്രോസ് യു മൈനസ് യു ഡോട്ട് ഡെൽ ക്രോസ് വി. അതുപോലെ തന്നെയാണ് അടുത്തത് ഡെൽ ക്രോസ് യു ക്രോസ് വി. ഡെൽ ഡോട്ട് കഴിഞ്ഞ് ഡെൽ ക്രോസ് യു ക്രോസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോട്ട് ഡെൽ ഡോട്ട് വി, യു ഡെൽ ഡോട്ട് വി മൈനസ് യു ഡെൽ ഡോട്ട് വി മൈനസ് വി ഡെൽ ഡോട്ട് യു പ്ലസ് വി ഡോട്ട് ഡെൽ യു മൈനസ് യു ഡോട്ട് ഡെൽ വി. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എൻ്റെ പ്രോബ്ലം ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്താണെന്നുള്ള ആ റിസൾട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തതെന്ന് പറഞ്ഞാൽ ഡെൽ യു ഡോട്ട് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡോട്ട് ഡെൽ വി വി ഡോട്ട് ഡെൽ യു പ്ലസ് യു ക്രോസ് ഡെൽ ക്രോസ് വി പ്ലസ് വി ക്രോസ് ഡെൽ ക്രോസ് യു. നമുക്കിത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്
പിന്നെ പ്രൂവ് ചെയ്ത് കാണിക്കണമെങ്കിൽ യുനും വിക്കും U1 U2 U3 എന്നും V1 V2 V3 എന്നും IJK കമ്പോണൻസ് എടുത്തിട്ട് പ്രൂവ് ചെയ്ത് വരാൻ പറ്റും. അപ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ 2 റിസൾട്ടാണ്. ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും റിസൾട്ടുകൾ നന്നായി പഠിച്ചു വെക്കുക, കാണാതെ തന്നെ പഠിച്ചു വെക്കുക. 4, 5 റിസൾട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, അത് കാണാതെ പഠിക്കേണ്ട. ഇനി അടുത്തത് ലാപ്ലേസ് ഓപ്പറേറ്റർ. എന്താണ് ലാപ്ലേസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഡെൽ സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് ലാപ്ലേസ് ഓപ്പറേറ്റർ. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഡെൽ. ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഡെൽ. അതായത് ഡെൽ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ഓപ്പറേറ്റർ ആയിരുന്നു. ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സ്കെയിലറായി മാറും. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ. ദെൻ വാട്ട് ഈസ് ഡെൽ സ്ക്വയർ യു? Del square u equal to dou square u by dou x square plus dou square u by dou y square plus dou square u by dou z square. That is del dot del u. അതാണ് വരുന്നത് del dot del u. del dot del square എന്ന് പറഞ്ഞാൽ del dot del u. That is del dot എന്ന് പറയുന്നത് divergence of grad u. അതുപോലെ തന്നെ del square of vector v എന്താകും? v എന്ന് പറയുന്ന വെക്ടറിന് del square അപ്ലൈ ചെയ്താൽ I del square Vx plus J del square Vy plus K del square Vz. Vxനും del square അപ്ലൈ ചെയ്യണം, Vyക്ക് del square അപ്ലൈ ചെയ്യണം, Vzനും del square അപ്ലൈ ചെയ്യണം. Vx ഇവിടെ ഏത് രീതിയിലുള്ളതാണ്? u പോലത്തെ ഒരു ഫംഗ്ഷനാണ്. അപ്പം വരുന്നത് എന്താണ്? ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഓഫ് വി എക്സ് പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ഓഫ് വി എക്സ് പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ഓഫ് വി എക്സ്. അതാണ് ഡെൽ സ്ക്വയർ വി എക്സ് തന്നെ വരുന്നത്. ഇനി അടുത്തത് ഡൈവേർജൻസ് ഓഫ് കേൾ വി ഈക്വൽ ടു 0. കേൾ വിയുടെ ഡൈവേർജൻസ് എപ്പോഴും 0 ആയിരിക്കും. കേൾ വിയുടെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ആ ഡെഫിനിഷൻ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ ഡൈവേർജൻസ് എടുക്കുക. ഡൈവേർജൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ith കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, jth കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, kth കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. എന്താണ് ith കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുമ്പോൾ എന്ത് വരും? ഓരോന്നിനും വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കണം. അതായത് ഡോ വി ഇസഡ് ബൈ ഡോ വൈ മൈനസ് ഡോ വി വൈ ബൈ ഡോ ഇസഡ്. അതിന് ഓരോന്നിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഡിഫറൻസിയേഷൻ നടത്തണം. അപ്പോൾ എന്ത് വരും? ഡോ സ്ക്വയർ വി ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് ഡോ സ്ക്വയർ വി വൈ ബൈ ഡോ എക്സ് ഡോ ഇസഡ്. അടുത്തടുത്തും ഇതുപോലെ തന്നെ വരും ഇല്ലേ? എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോ സ്ക്വയർ വി എക്സ് ബൈ ഡോ വൈ ഡോ ഇസഡ് മൈനസ് ഡോ സ്ക്വയർ വി ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ. നോക്കിക്കേ, ഡോ സ്ക്വയർ വി എക്സ് ബൈ ഡോ അങ്ങനെ വരുന്ന അടുത്തടുത്ത് വരുമ്പോൾ ഡോ സ്ക്വയർ വി വൈ ബൈ ഡോ എക്സ് ഡോ ഇസഡ്, ഡോ സ്ക്വയർ വി എക്സ് ബൈ ഡോ വൈ ഡോ ഇസഡ് എന്ന് വരും. അവിടെ എല്ലാ ടേമും എന്തായി മാറും? ക്യാൻസലായി മാറും. എന്തായി പോവും? ക്യാൻസലായി. മൈനസും പ്ലസും ഉള്ളത് ക്യാൻസലായി മാറി എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പം നമ്മൾ ഈ റിസൾട്ടും പഠിച്ചു വെക്കണം. ഏതൊക്കെ റിസൾട്ടാണ് ഇപ്പോൾ പഠിച്ചു വെക്കേണ്ടത്? ഒന്നാമത്തെ റിസൾട്ടും 2ഉം 3ഉം, പിന്നെ വരുന്നത് 6, 7. അതുപോലെ തന്നെ ഡൈവേർജൻസ് ഓഫ് കേൾ വി ഇപ്പോൾ എന്താണ്? 0 ആണ്. അപ്പോൾ ഡൈവേർജൻസ് ഓഫ് കേൾ വി 0 ആണ്. സോ കേൾ വി എന്താകും? സോളിനോയിഡലാണ് അല്ലേ? ആൻഡ് അടുത്തത് കേൾ ഗ്രാഡ് യു ഈക്വൽ ടു 0. ഗ്രാഡ് യുവിൻ്റെ കേള് 0 ആയിരിക്കും. അതും ഇതുപോലെ തന്നെ ഗ്രാഡ് യുവിൻ്റെ ഡെഫിനേഷൻ എഴുതി അതിൻ്റെ കേള് കണ്ടുപിടിക്കാൻ പോവുകയാണ്. കേള് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ ആൻസറും എന്തായി വരും? 0 എന്ന് വരും. അപ്പോൾ ആ റിസൾട്ടും പഠിച്ചു വെക്കണം. കേൾ ഗ്രാഡ് യു എന്ന് പറയുന്നത് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഡെൽ യു. അതാണ് സിമ്പിൾ പഠിച്ചു വെക്കണം. ഡെൽ ക്രോസ് ഡെൽ യു 0 ആണ്. ഇവിടെ എന്തായിരുന്നു? ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് വി 0 ആയിരുന്നു. ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് വി 0 ആണ്. അടുത്ത കേൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഡ് ഡൈവേർജൻസ് ഓഫ് വി മൈനസ് ഡെൽ സ്ക്വയർ വി ആയിരിക്കും. കേൾ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാഡ് ഡൈവേർജൻസ് ഓഫ് വി മൈനസ് ഡെൽ സ്ക്വയർ വി ആയിരിക്കും. അതുപോലെ തന്നെ ഡെൽ റേസ് ടു 4 എന്ന് പറയുന്ന വെക്ടർ എന്താണെന്നാണ് അടുത്ത പറഞ്ഞേക്കുന്നത്. ദ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡെൽ റേസ് ടു 4 ഈസ് ബൈ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഡെൽ റേസ് ടു 4 എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷനാണ് തന്നേക്കുന്നത്. നമുക്ക് ഡെൽ റേസ് ടു 4 ഒന്നും പഠിക്കേണ്ട. ആ 9ാമത്തെ റിസൾട്ട് മാത്രം പഠിച്ചു വെക്കുക. കേൾ വി ഈക്വൽ ടു ഗ്രാഡ് ഡൈവേർജൻസ് ഓഫ് വി മൈനസ് ഡെൽ സ്ക്വയർ വി. അപ്പോൾ ഇത്രയും റിസൾട്ടുകൾ നിങ്ങൾ പഠിച്ച് നോട്ടിൽ എഴുതി വെക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. ഒന്നാമത്തേത് വേണം, 2 വേണം, 3 വേണം, 4ഉം 5ഉം കാണാതെ പഠിക്കേണ്ട. 6, 7, 8. അതുപോലെ തന്നെ 9ാമത്തെ റിസൾട്ട് മാത്രം. ഈ ഡെൽ റേസ് ടു 4 എന്ന് പറയുന്നത് എങ്ങനെ വന്നേക്കുന്നത് എന്നുള്ളത് ഡെൽ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ്. ഡെൽ റേസ് ടു 4 ഒന്നും കണ്ടുപിടിക്കാൻ പ്രോബ്ലം ചോദിക്കാറില്ല.
അപ്പോൾ പ്രോബ്ലം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇഫ് എഫ് എന്ന് പറയുന്നത് ഡെൽ എക്സ് ക്യൂബ്, കണ്ടോ, എഫ് എന്ന് പറയുന്നത് തന്നെ എന്താണ് തന്നേക്കുന്നത്, ഗ്രേഡിയൻ്റ് ഓഫ് എ ഫംഗ്ഷൻ ആണ് എഫ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഡെല്ല് കണ്ടുപിടിക്കണം. ഡെൽ ഗ്രാഡ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് മൈനസ് 3xyz കണ്ടുപിടിക്കുമ്പം എഫ് എന്ന് പറയുന്ന വെക്ടർ കിട്ടും. ആ എഫ് എന്ന് പറയുന്ന വെക്ടർ കിട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ഡെൽ ഡോട്ട് എഫും ഡെൽ ക്രോസ് എഫും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് എഫ് തന്നിട്ടില്ല. ഗ്രാഡ് യു ആണ്, അല്ലെ ഗ്രാഡ് ഫൈ ആണ്, ഇവിടെ ഫൈ എന്നാണ് എടുത്തേക്കുന്നത്, ഗ്രാഡ് ഫൈ ആണ് എഫ് എന്ന് തന്നേക്കുന്നത്. സോ ആദ്യം എഫ് കണ്ടുപിടിച്ചതിന് ശേഷം ഡെൽ ഡോട്ട് എഫും ഡെൽ ക്രോസ് എഫും കണ്ടുപിടിക്കുക. ഇനി അത് ആ ക്ലാസ് അതിൻ്റെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒത്തിരി, കാരണം ഡെൽ ക്രോസും ഡെൽ ഡോട്ടും ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. ഇനി അടുത്ത ഇഫ് യു എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, വി എന്ന് പറയുന്നതുമുണ്ട്. യു വി ഈക്വൽ ടു യു വിയുടെ ഡൈവേർജൻസ് 5u ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യുവും വിയും തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. യുവും വിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്, വിയുടെ ഓരോ കമ്പണൻറ്റിനും യു മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഇൻറ്റു എക്സ്, അതുപോലെ തന്നെ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഇൻറ്റു വൈ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഇൻറ്റു ഇസഡ് കെ. അങ്ങനെയാണ് യു വി എന്ന് പറയുന്ന വെക്ടർ വരുന്നത്. അതിൻ്റെ ഡൈവേർജൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്ത് വരുമ്പം ആൻസർ എന്ത് കിട്ടും, 5 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് വരും. ദറ്റ് ഈസ് 5u എന്ന് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലം. വളരെ സിമ്പിളായിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതേ സാധനം തന്നെ യു വി എന്ന് പറയുന്ന 5u ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്തു അല്ലേ. ഇതേ ഈ ഡൈവർജൻസ് ഓഫ് യു വി ഈക്വൽ ടു എന്ന് പറയുന്നത് 5u എന്ന് കാണിക്കാൻ വേറെ റിസൾട്ട് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ഡെൽ ഡോട്ട് യു വി ഒന്നാമത്തെ റിസൾട്ടിനകത്ത് നമ്മൾ എന്താണ് റിസൾട്ടിനകത്ത് ഒന്നാമത്തെ റിസൾട്ടായിട്ട് പറഞ്ഞല്ലോ ഡെൽ ഡോട്ട് യു വി. യു ഒരു സ്കെയിലാറും വി ഒരു വെക്ടറുമാണ്. ഡെൽ ഡോട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡെൽ യു ഡോട്ട് വി പ്ലസ് യു ഇൻറ്റു ഡെൽ ഡോട്ട് വി. അപ്പോൾ അത് വെച്ചും ഇവിടെ പ്രോബ്ലം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടെയാണ് പറഞ്ഞേക്കുന്നത്, ഡൈവേർജൻസ് ഓഫ് യു വി ഈക്വൽ ടു യു ഇൻറ്റു ഡൈവേർജൻസ് ഓഫ് വി പ്ലസ് ഡെൽ യു ഡോട്ട് വി. ആ റിസൾട്ട് വെച്ച് ഡൈവേർജൻസ് ഓഫ് വി എന്താണെന്ന് കണ്ടുപിടിച്ചു, എന്നിട്ട് അത് അപ്ലൈ ചെയ്തായിട്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് രീതിയിലും പ്രോബ്ലം ചെയ്തൊന്ന് നോക്കുക. ഓക്കെ, എന്താണ് ഇത് റിസൾട്ട് നേരെ യു ഇൻറ്റു എന്ത് കിട്ടും, ഡൈവേർജൻസ് ഓഫ് വിക്ക് പകരം ഡൈവേർജൻസ് ഓഫ് വി എന്താണെന്ന് കണ്ടുപിടിച്ച് അത് 3 എന്നാണ് ആൻസർ കിട്ടിയത്. പ്ലസ് ഡെൽ യു കണ്ടുപിടിച്ചിട്ട് ഡോട്ട് വിയുമായിട്ട് ഡോട്ട് പ്രോഡക്റ്റ് നടത്തി. അപ്പോൾ നമുക്ക് 3u എന്നും, യു മാറ്റേണ്ട കാര്യമില്ല, 5u എന്നല്ലേ കാണിക്കേണ്ട. അപ്പോൾ യു അതുപോലെ തന്നെ എഴുതി 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടി. അത് 2u ആണ്. 3u പ്ലസ് 2u 5u എന്ന് കിട്ടി. ഇനി ഡൈവേർജൻസും കേളും അറ്റ് എനി പോയിൻറ്റ്, ഒരു പോയിൻറ്റിലെ ഡൈവേർജൻസും കേളുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാം കണ്ടുപിടിച്ച് ഡൈവേർജൻസും കേളും കണ്ടുപിടിച്ചതിന് ശേഷം വേണം പോയിൻ്റ് ഇട്ട് കൊടുക്കാൻ. അടുത്ത കേളെ എന്ന് പറയുന്നത്, കേളെ കണ്ടുപിടിച്ചിട്ട് വീണ്ടും കേൾ കണ്ടുപിടിക്കുക. അതാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഡൈവേർജൻസ് ഓഫ് കേൾ എഫ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. അതിൻ്റെ കേൾ കണ്ടുപിടിച്ചതിന് ശേഷം ആ കേളിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, ഡൈവേർജൻസ് കണ്ടുപിടിക്കുക. അടുത്ത ഈ ലാസ്റ്റ് ഇപ്പോൾ പറയുന്ന ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ആർ ഈക്വൽ ടു ഒരു വെക്ടർ ആർ എന്ന് പറഞ്ഞ് എടുക്കുന്നത് എപ്പോഴും ജനറലായിട്ട് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആയിരിക്കും. അത് നമ്മൾ പഠിച്ചു വെച്ച് വേണം. വെക്ടർ ആർ എന്ന് പറയുന്നത് എന്താണ്, ജനറൽ ആയിട്ടുള്ള വെക്ടർ എക്സ് ഐ, എക്സ് കമ്പോണൻ ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. അങ്ങനെയാണെങ്കിൽ ഡൈവേർജൻസ് ഓഫ് ആറിൻ്റെ വാല്യൂ 3യും കേളിൻ ആർ ഈക്വൽ ടു 0യുമാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ് നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു ഇസഡ് അതാത് കമ്പോണൻസിനെ ചെയ്യുക. അപ്പോൾ 1 + 1 + 1 3 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഡൈവേർജൻസ് എടുക്കുമ്പം ഡിറ്റർമിനൻ്റ് എടുത്ത് വരുമ്പോൾ എന്തായി മാറിക്കോളും, 0 ആയിട്ട് മാറിക്കോളും. കേൾ ആർ എന്ന് പറയുന്നത് എന്തായിക്കോളും, 0യിലേക്ക് കിട്ടിക്കോളും. അതൊന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേക്കണം. കേൾ ആർ എന്ന് പറയുന്നത് 0യിലേക്ക് കിട്ടും. അപ്പോൾ ഈ രണ്ട് റിസൾട്ടും കാണാതെ പഠിച്ചും വെക്കണതാണ്. ഇഫ് ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണെങ്കിൽ ഡൈവേർജൻസ് ഓഫ് ആർ 3 ആണെന്നും കേൾ ആർ 0 ആണെന്നുമുള്ള റിസൾട്ട് നമുക്ക് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. വേറെ പ്രോബ്ലത്തിനകത്ത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് ബോക്സ് ചെയ്ത് ഇട്ടേക്കണം. ഓക്കെ.